ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു സത്യമുണ്ട്. കണ്ണുകൾക്ക് കാണാനാവാത്ത, പക്ഷേ ഹൃദയത്തിന് മാത്രം അനുഭവിക്കാവുന്ന ഒരു സത്യം. ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി, ഒരു കുഞ്ഞിന്റെ ചെറിയ കൈ നിന്റെ വിരലിൽ പിടിക്കുന്നത്, ഒരു കുഞ്ഞിന്റെ ആദ്യ അമ്മേ അല്ലെങ്കിൽ അച്ഛേ എന്ന വിളി. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷെ ഇന്ന് ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഓരോ ദിവസവും കണ്ണീർ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ പുഞ്ചിരിക്കുമ്പോഴും ഉള്ളിലൊരു ശൂന്യതയുണ്ട്. അവർ ആഘോഷങ്ങളിൽ ഇരിക്കുമ്പോഴും മനസ്സിലൊരു വേദനയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾക്കെല്ലാമുണ്ട്, പക്ഷെ ഒരു കുഞ്ഞില്ലാതെ ജീവിതം പൂർണ്ണമല്ല. അതൊരു പരാതിയല്ല, അതൊരു പ്രാർത്ഥനയാണ്. ജീവിതം എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചിലത് മറ്റൊരാളിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഒരു കുഞ്ഞില്ലാത്ത ഒരു കുടുംബം അനുഭവിക്കുന്ന വേദനയെ വാക്കുകൾ കൊണ്ട് മാത്രം പറയാൻ കഴിയില്ല. ഓരോ മാസം കടന്നുപോകുമ്പോഴും പ്രതീക്ഷയും ഭയവും തമ്മിലുള്ള പോരാട്ടം. ഓരോ ഡോക്ടർ സന്ദർശനവും ഒരു പുതിയ പ്രതീക്ഷയും പുതിയ ആശങ്കയും. പക്ഷെ ഈ എല്ലാത്തിനും മുകളിൽ ഒരു കാര്യമുണ്ട്: പ്രതീക്ഷ. പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. നിനക്ക് തോന്നാം, നീ മാത്രമാണ് ഈ വേദന അനുഭവിക്കുന്നതെന്ന്. പക്ഷേ ലോകം മുഴുവൻ നിന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം ഒരേ സ്വപ്നം കാണുന്നു: ഒരു കുഞ്ഞിന്റെ കരച്ചിൽ, ഒരു കുഞ്ഞിന്റെ ചിരി, ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം. ഒരു സ്ത്രീയുടെ ഹൃദയം ദൈവം തന്ന ഏറ്റവും വലിയ ശക്തിയാണ്. അത് തകർന്നാലും വീണ്ടും ഉയിർത്തെഴുന്നേൽക്കും. അത് കരഞ്ഞാലും വീണ്ടും പുഞ്ചിരിക്കും. അത് കാത്തിരിപ്പിന്റെ ഭാരത്തിൽ തളർന്നാലും പ്രതീക്ഷയെ വിട്ടുകൊടുക്കില്ല. കാരണം ഒരമ്മയുടെ ഹൃദയം വിശ്വസിക്കുന്നു, എനിക്കൊരു ദിവസം എന്റെ കുഞ്ഞു വരും. നീ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന നാളെ ഒരു കഥയായി മാറും. ഇന്ന് കണ്ണീർ നിറഞ്ഞ രാത്രി നാളെ സന്തോഷത്തിന്റെ പ്രഭാതമാകും. സമയം ഒരിക്കലും ആരെയും മറക്കില്ല. സമയം ഓരോ വേദനയ്ക്കും ഒരു മറുപടി നൽകും. ജീവിതം ചിലപ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയും, പക്ഷേ അത് ഒരിക്കലും ഇല്ല എന്നർത്ഥമല്ല. ഇന്ന് വൈകിയാലും നാളെ വരാം, അടുത്ത വർഷം വരാം. ഒരു ദിവസം നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിന്റെ കൈ പിടിക്കും. അന്ന് നീ പറയും, ഞാൻ കാത്തിരുന്നത് വെറുതെയായില്ല. നീ കാത്തിരിക്കുന്ന ആ ദിവസം വീട്ടിലൊരു ചെറിയ കാലൊച്ച കേൾക്കും. വാതിലിനു പിന്നിലൊരു ചെറിയ ചിരി ഒളിഞ്ഞിരിക്കും. നിന്റെ പേരു വിളിക്കുന്ന ഒരു ശബ്ദം ആദ്യമായി കേൾക്കും. അന്ന് നിന്റെ എല്ലാ വേദനകളും അപ്രത്യക്ഷമാകും. അന്ന് നിന്റെ കണ്ണീർ സന്തോഷമായി മാറും. നീ തളരരുത്, നീ നിൽക്കണം. നീ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഒരിക്കലും പുറത്തുനിന്ന് വരുന്നില്ല, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. നിശബ്ദമായ രാത്രികളിൽ, ആരും കാണാത്ത കണ്ണീരിൽ, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്നൊരു ചോദ്യം മനസ്സിനെ തളർത്തുമ്പോൾ, അവിടെ തന്നെയാണ് മനുഷ്യൻ ഏറ്റവും ശക്തനായത്. വേദനയുടെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ശക്തി നീ അറിയണം. നീ അനുഭവിക്കുന്ന ഈ വേദന ശിക്ഷയല്ല, ഇത് ഒരു പരീക്ഷണമാണ്, ഒരു തയ്യാറെടുപ്പാണ്, ഒരു വലിയ സന്തോഷം വരുന്നതിനു മുമ്പുള്ള നിശബ്ദതയാണ്. ചിലപ്പോൾ ദൈവം നമ്മെ കാത്തിരിപ്പിൽ നിർത്തുന്നത് നമ്മെ തകർക്കാനല്ല, നമ്മെ പാകപ്പെടുത്താനാണ്. ഒരു വലിയ സന്തോഷം ചെറുതായ ഹൃദയത്തിൽ വരില്ല. ദൈവം മറുപടി പറയുന്ന രീതികൾ വ്യത്യസ്തമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു കുഞ്ഞു വേണം. പക്ഷേ ദൈവത്തിന്റെ മറുപടി എല്ലായ്പ്പോഴും ഉടനെ വരില്ല. കാരണം ദൈവം നോ എന്ന് പറയുമ്പോൾ പോലും അതിന്റെ അർത്ഥം നോട്ട് യെറ്റ് ആകാം. ദൈവം വെയിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഐ ആം പ്രിപ്പയറിംഗ് സംതിങ് ഗ്രേറ്റർ ആകാം. നീ കരുതുന്ന സമയമല്ല ദൈവം തിരഞ്ഞെടുത്ത സമയം. നീ കാണുന്ന വഴിയല്ല ദൈവത്തിന്റെ വലിയ പദ്ധതി. ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ വരുന്നത് ഒരു സാധാരണ സംഭവമല്ല, അത് ഒരു ദൈവിക സ്പർശമാണ്. ഒരു കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന ആദ്യ നിമിഷം, ഒരമ്മ ആദ്യമായി കുഞ്ഞിനെ കാണുന്ന ആ നിമിഷം, അത് ലോകത്തിലെ എല്ലാ വേദനകളും മായ്ക്കുന്ന ഒരു നിമിഷമാണ്. നീ അറിയാതെ തന്നെ ജീവിതം നിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നു. നീ കാണാത്ത വഴികളിൽ നിന്റെ പ്രാർത്ഥനകൾ യാത്ര ചെയ്യുന്നു. നീ അറിയാത്ത സമയങ്ങളിൽ നിന്റെ പ്രതീക്ഷകൾ രൂപം മാറുന്നു. ദൈവം നിശബ്ദമായി പ്രവർത്തിക്കുന്നു, പക്ഷേ ശക്തമായി. നിശബ്ദ കണ്ണീർ ദൈവം കേൾക്കുന്നു. ആരും കാണാത്ത കണ്ണീർ ദൈവം കാണുന്നു. ആരും കേൾക്കാത്ത പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നീ രാത്രിയിൽ കണ്ണടച്ച് കരഞ്ഞപ്പോൾ, നിന്റെ ഹൃദയം തകർന്നപ്പോൾ, നീ പറഞ്ഞ ഓരോ എനിക്ക് മതിയായി എന്ന വാക്കും ദൈവം കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ നിനക്കൊരു പുതിയ കഥ എഴുതുകയാണ്. കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയല്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ വൈകിയാണ് വരുന്നത്. കാരണം ദൈവം നൽകുന്ന സന്തോഷം നീ അനുഭവിച്ച വേദനയുടെ തുല്യമായിരിക്കണം. നീ ഇന്ന് കരയുന്ന കണ്ണീർ നാളെ ഒരു വലിയ സന്തോഷമാണ്. ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കും. അന്ന് നീ പറയും, ആ കാലം എത്ര കഠിനമായിരുന്നു, പക്ഷെ അതാണ് എന്നെ ശക്തയാക്കിയത്. നീ ഇന്ന് അനുഭവിക്കുന്ന ഓരോ നിമിഷവും നിന്റെ കഥയെ മാറ്റുകയാണ്. ഒരു ദിവസം വീട്ടിലൊരു ചെറിയ കരച്ചിൽ കേൾക്കും. ഒരു ചെറിയ കൈ നിന്റെ വിരലിൽ പിടിക്കും. ഒരു ചെറിയ കണ്ണുകൾ നിന്റെ മുഖം അന്വേഷിക്കും. അന്ന് നീ എല്ലാം മറക്കും. നീ അനുഭവിച്ച വേദന, നീ കടന്നുപോയ രാത്രികൾ, നീ ചോദിച്ച ചോദ്യങ്ങൾ. ദൈവം ഒരിക്കലും വൈകുന്നില്ല, അവൻ ഒരിക്കലും തെറ്റുന്നില്ല. നമ്മൾ കാണുന്നത് വൈറ്റിംഗ് ആണ്, പക്ഷെ ദൈവം കാണുന്നത്
പെർഫെക്റ്റ് ടൈമാണ്. നീ ഇന്ന് കരയുന്ന കഥ നാളെ മറ്റൊരാളുടെ പ്രതീക്ഷയായി മാറും. നീ തളരരുത്, കാരണം നിന്റെ കഥ അവസാനിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം വരാനിരിക്കുന്നു.